ഹലോ എവ്രി വൺ. ഇന്ന് നവംബർ 26-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ പാർട്ട്നേഴ്സ് വിത്ത് ഓവർ 1000 കമ്പനീസ് ടു റിസോൾവ് കൺസ്യൂമർ ഗ്രീവൻസസ്. അപ്പോൾ കൺസ്യൂമർ കംപ്ലയിൻസ് ഒക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ്. 1000-ലധികം കമ്പനികളായിട്ട് പാർട്ട്ണർ ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ്, നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഹാസ് പാർട്ട്നേർഡ് വിത്ത് ഓവർ 1000 കമ്പനീസ് അണ്ടർ ഇറ്റ്സ് കൺവെർജൻസ് പ്രോഗ്രാം ടു എക്സ്പെഡിയേറ്റ് ഗ്രീവൻസ് റെസൊല്യൂഷൻ. അതായത് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ആന്ധ്രാപ്രദേശ് അസംബ്ലി അപ്രൂവ്സ് ബിൽ ടു വിത്ഡ്രോ ഗാർബേജ് കളക്ഷൻ ടാക്സ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് അസംബ്ലി ഒരു ബില്ല് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഗാർബേജ് കളക്ഷൻ ടാക്സ് വിത്ഡ്രോ ചെയ്യാനുള്ള ബില്ലാണ് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ടു ഡു അവേ വിത്ത് ദ കളക്ഷൻ ഓഫ് ഗാർബേജ് കളക്ഷൻ ടാക്സ്. To this effect, Municipal Administration Minister P. Narayana tabled on amendment to repeal garbage tax in the State Legislative Assembly on November 21st. The Assembly approved the same. അപ്പോൾ ഇതിന് മുമ്പ് അത് മുമ്പിൽ വെച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കൊണ്ടുവന്നു, അതിപ്പോൾ അപ്രൂവ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആന്ധ്രാപ്രദേശ് അസംബ്ലി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു നോക്കാം. മന്ത്ലി ചാർജ് എത്രയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. 30 രൂപ ടു 120 രൂപ ഫോർ ഹൗസ് ഹോൾഡ്സ് ആൻഡ് ബിറ്റ്വീൻ 100 രൂപ ടു 10,000 റുപ്പീസ് ഫോർ കൊമേഴ്ഷ്യൽ കോംപ്ലക്സസിന് അത്ര വരും. പിന്നെ ഈവൻ വിത്ത് ടാക്സ് ഓഫ് 50 were charged ₹356 ആനുവലി ആസ് ഗാർബേജ് ടാക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 50 മുതൽ 356 രൂപ വരെ ഗാർബേജ് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തിരുന്നു ഹൗസ് ഹോൾഡ്സിൽ നിന്നും പ്രതിവർഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. DST to announce quantum startups under National Mission on a Interdisciplinary Cyber Physical System and National Quantum Mission. അപ്പോൾ DST to announce quantum startups under National Mission on Disciplinary Cyber Physical System and National Quantum Mission അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ സ്റ്റാർട്ടപ്സ് സെലക്ടഡ് ഫോർ സപ്പോർട്ട് അണ്ടർ ദ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ഗൈഡ് ലൈൻസ് ഇൻ ക്വാണ്ടം ടെക്നോളജീസ് വിൽ ബി ഒഫീഷ്യലി അൺവെയിൽഡ് ബൈ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഇൻഡിപെൻഡൻറ്റ് ചാർജ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എർത്ത് സയൻസസ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് PMO, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ്, ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. അപ്പോൾ ഇത്രയും പോർട്ട്ഫോളിയോസ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഡോക്ടർ ജിതേന്ദ്ര സിംഗിൻ്റെ പോർട്ട്ഫോളിയോസാണ് ഇതൊക്കെ. ഇത്രയും മിനിസ്ട്രീസ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഈ സംഖ്യിക്കി പോർട്ടൽ with objective to establish a comprehensive data management and sharing system for ease of dissemination. അപ്പോൾ ഈ സംഖ്യിക്കി പോർട്ടൽ with objective to establish a comprehensive data management and sharing system for ease of dissemination എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. The Ministry of Statistics and Program Implementation has launched e-Sankhiki portal with objective to establish a comprehensive data management and sharing system for ease of dissemination of official statistics in the country. Further, the microdata of surveys and census is disseminated through a dedicated portal, microdata portal. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിക്കാം. ഈ സംഖ്യിക്കി പോർട്ടലിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എസ്റ്റാബ്ലിഷ് എ കോംപ്രഹെൻസീവ് ഡാറ്റ മാനേജ്മെൻറ്റ് ആൻഡ് ഷെയറിംഗ് സിസ്റ്റം ഫോർ ഈസ് ഓഫ് ഡിസെമിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് ബിക്കംസ് എ PCAF സിഗ്നേറ്ററി. പഞ്ചാബ് നാഷണൽ ബിക്കംസ് എ PCAF, അതായത് പാർട്ട്ണർഷിപ്പ് ഫോർ കാർബൺ അക്കൗണ്ടിംഗ് ഫിനാൻഷ്യൽസ് സിഗ്നേറ്ററി ആയിരിക്കുകയാണ്. സ്ട്രെങ്തനിങ് ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ് ടു ക്ലൈമറ്റ് റെസ്പോൺസിബിലിറ്റി.
അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദ കൺട്രീസ് സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്, ഹാസ് ബിക്കം എ സിഗ്നേറ്ററി ടു ദ ഗ്ലോബൽ റെക്കഗ്നൈസ്ഡ് പാർട്ട്ണർഷിപ്പ് ഫോർ കാർബൺ അക്കൗണ്ടിംഗ് ഫിനാൻഷ്യൽസ്. This move reinforces PNB's Punjab National Bank's commitment to transparency and proactive climate action by adopting internationally benchmarked standards for measuring and disclosing greenhouse gas emissions associated with its lending and investment activities. ഇത് ഇവിടെ തന്നെ വരേണ്ടതാണ്. So in financial year 2023-24, Punjab National Bank disclosed its financial emissions in the Business Responsibility and Sustainability Report using the PCAF standard, a globally accepted methodology. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നെക്സ്റ്റ് പേജിലും കൂടി ലാസ്റ്റ് പോയിന്റ്, ഈ ഒരു ന്യൂസിൻ്റെ ലാസ്റ്റ് പോയിന്റ് ഈ പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. COP29 ends with climate finance target of $300 billion. അപ്പോൾ COP29 എൻഡായി വിത്ത് ക്ലൈമറ്റ് ഫിനാൻസ് ടാർഗറ്റ്. അതിൻ്റെ ക്ലൈമറ്റ് ഫിനാൻസ് ടാർഗറ്റ് $300 billion ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. The COP29 meeting at Baku, Azerbaijan has ended with an agreement of sorts that speak of a new climate finance target of $300 billion a year to fund climate action projects in developing countries to be met by 2035. 2035 ആകുമ്പോഴേക്കും മീറ്റ് ചെയ്യാനുള്ള ഓരോ പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുകയാണ് ഈ $300 billion കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The target triples the earlier target of $100 billion a year. അപ്പോൾ ഇതിന് മുമ്പ് ടാർഗറ്റ് സെറ്റ് ചെയ്തത് $100 billion a year ആണ്. ഒരു വർഷത്തിൽ $100 billion ആണ് സെറ്റ് ചെയ്തത്. അതിപ്പോൾ ഇൻക്രീസ് ആയിട്ട് $300 billion ആയിരിക്കുകയാണ്. ബട്ട് ഈസ് ലെസ് ദാൻ എ ക്വാർട്ടർ ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ഡിമാൻഡ് ഫോർ $1.3 trillion. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഡിമാൻഡ് $1.3 trillion ആണ് അവർ ഡിമാൻഡ് ചെയ്തത്. പക്ഷേ അതിനെക്കാട്ടിലും ലെസ്സാണ് ഈ $300 billion എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ ബ്രേക്ക് 47-year റെക്കോർഡ് വിത്ത് കമാൻഡിങ് പെർത്ത് ടെസ്റ്റ് വിൻ. അതായത് ഇന്ത്യ ഇപ്പോൾ ടെസ്റ്റ് മാച്ച് ജയിച്ചില്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്പോർട്സ് ന്യൂസാണ്. അപ്പോൾ ഇന്ത്യ 47 കൊല്ലത്തെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. India breaking a 47-year-old record with their 295 run routing of Australia in the opening test of 5-match series here at Optus Stadium. India, fresh from their ever whitewash in a 3-test home series, were skitted for a mere 150 runs in the first innings. അപ്പോൾ 150 റൺസിൽ ഫസ്റ്റ് ഇന്നിങ്സ് കൊളാപ്സ് ആയി ഇന്ത്യയുടെ. പക്ഷേ ഇന്ത്യ തിരിച്ചു വരാൻ ബോളേഴ്സ് ഒരുപാട് ശ്രമിച്ചു. അതായത് 104-ൽ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആക്കുകയും ചെയ്തു. ആ കളി എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്. 104-ൽ ഓൾ ഔട്ട് ആക്കി. പിന്നെ ഇന്ത്യ 400 സംതിങ് റൺസ് നേടി സെക്കൻഡ് ഇന്നിങ്സിൽ. ആ ടാർഗറ്റ് ഇവർക്ക് അച്ചീവ് ചെയ്യാൻ, അതായത് ടാർഗറ്റ് ചേസ് ചെയ്ത് ജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇന്ത്യ 295 റൺസിന് ആ കളി ജയിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്. ഇന്ത്യ റെക്കോർഡഡ് their biggest victory in terms of runs in Australia, surpassing their previous best of 222 runs which they achieved in December 1977. അപ്പോൾ ഡിസംബർ 1977-ലാണ് ഇതിന് മുമ്പ് ഏറ്റവും വലിയ ടാർഗറ്റ്, ഏറ്റവും വലിയ മാർജിനിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യ. ഓസ്ട്രേലിയയുടെ മണ്ണിൽ തന്നെ ജയിച്ചത് 222 റൺസിനാണ്. ഈ കളി ജയിച്ചത് ഇന്ത്യ 295 റൺസിനാണ്. അതിനെക്കാട്ടിലും കൂടുതൽ മാർജിനോട് കൂടിയാണ് ഈ പ്രാവശ്യം ജയിച്ചിരിക്കുന്നത്. 47 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ വലിയ മാർജിനിൽ ഇന്ത്യ ഓസ്ട്രേലിയയിൽ വെച്ചിട്ടൊരു കളി ജയിക്കുന്നത്. The crushing defeat was also Australia's second biggest in terms of runs at home in the past 40 years, with their largest loss came in 2012 against South Africa at the WACA, where they fell short by 309 runs. അപ്പോൾ ഇതിന് മുമ്പ് അവരുടെ ഒരു മാർജിൻ ലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ മാർജിൻ ലോസ് അവർക്ക് സൗത്ത് ആഫ്രിക്കയുടെ എതിരെയാണ് ഉണ്ടായിട്ടുള്ളത്. 309 റൺസിനാണ് ഓസ്ട്രേലിയ തോറ്റിട്ടുണ്ടായിരുന്നത് 2012. ഇപ്പോൾ 295 റൺസ് അത് സെക്കൻഡ് ബിഗസ്റ്റ് മാർജിൻ ആയിരിക്കുകയാണ്. അപ്പോൾ
ഓസ്ട്രേലിയക്ക് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ദ ഡിഫീറ്റ് ഓൾസോ മാർക്ക്ഡ് ഓസ്ട്രേലിയ സെക്കൻഡ് ബിഗസ്റ്റ് അഗെയിൻസ്റ്റ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് റൺസ് ഇൻ ഓൾ ടെസ്റ്റ് ആഫ്റ്റർ 320 റൺസ് ത്രാഷിംഗ് ഇൻ ദ 2008 മൊഹാലി ടെസ്റ്റ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 47 ഇയർ റെക്കോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 222 റൺസിൻ്റെ മാർജിൻ വിക്ടറിയാണ് ആ റെക്കോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ടെക്സ്റ്റൈൽ മിനിസ്ട്രീസ് Geographical Indication and GI and Beyond Summit showcases India's GI handloom and handcraft heritage to the global stage. അപ്പോൾ ടെക്സ്റ്റൈൽസ് മിനിസ്ട്രിയുടെ GI and Beyond Summit ഷോക്കേസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ, ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡ് ക്രാഫ്റ്റ് ഹെറിറ്റേജ് ഗ്ലോബൽ സ്റ്റേജിലേക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. The GI and Beyond 2024 Summit, organized by the Office of Development Commissioner of Handlooms, Ministry of Textiles, in collaboration with Handloom Export Promotion Council, successfully concluded on 25th November 2024 at New Delhi. അപ്പോൾ അത് ഇന്നലെയാണ് കൺക്ലൂഡ് ആയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The event highlighted the exceptional skills of artisans who manufactured India's geographical indication tagged handloom and handicraft products and their ഗ്ലോബൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അൺവെയിൽസ് ദ ടീച്ചർ ആപ്പ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ടീച്ചർ ആപ്പ്. അതിന് മുമ്പ് ഇത് ടീച്ചർ ആപ്പാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനാണ്, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ട് അൺവെയിൽ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ്സ് ICA ഗ്ലോബൽ കോഓപ്പറേറ്റീവ് കോൺഫറൻസ് 2024. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ICA ഗ്ലോബൽ കോഓപ്പറേറ്റീവ് കോൺഫറൻസ് 2024 ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. The Prime Minister Shri Narendra Modi inaugurated the ICA Global Cooperative Conference 2024 at Bharat Mandapam in New Delhi. Addressing the gathering, Shri Modi welcomed the Prime Minister of Bhutan, His Excellency Dasho Shering Tobgay, Deputy Prime Minister of Fiji, His Excellency Manoa Kamikamika, Union Home Minister Shri Amit Shah, Resident Coordinator of UN in India Mr. Shombi Sharp, President of the International Cooperative Alliance Mr. Ariel Guarco, dignitaries of various foreign countries and ladies and gentlemen to the ICA Global Cooperative Conference 2024. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ പ്രസൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ്, വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് വെൽക്കം ചെയ്തു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ഹോം മിനിസ്റ്റർ അമിത് ഷാ എല്ലാവരും അവരെ വെൽക്കം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ന്യൂഡൽഹിയിൽ വെച്ചാണ്, ഭാരത് മണ്ഡപത്തിലാണ് അത് നടന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ 2 പേജുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജും കൂടി കാണിച്ചു തരാം. ഈ പേജും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 25th November ആണ്. അപ്പോൾ ദ ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ വിൽ മാർക്ക് ദ ലോഞ്ച് ഓഫ് ദ യുണൈറ്റ് ക്യാമ്പയിൻ November 25 to December 10, an initiative of 16 days of activism concluding the day on the day that commemorates the International Human Rights Day. It recognized on 25th November every year. അപ്പോൾ 25th November എവറി ഇയർ അത് ഒബ്സർവ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. ആൻഡ് ഇനിഷ്യേറ്റീവ് 16 days ആക്ടിവിസം കൺക്ലൂഡഡ് ഓൺ ദ ഡേ ദാറ്റ് കൊമമറേറ്റ്സ് ദ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ. December 10 ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് അപ്രൂവ്സ് ഡീമർജർ ഓഫ് ഐസ്ക്രീം ബിസിനസ് ഇൻ ടു സെപ്പറേറ്റ് ലിസ്റ്റഡ് എൻറ്റിറ്റി.
അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഡീമർജർ ഓഫ് ഐസ്ക്രീം ബിസിനസ് എൻറ്റിറ്റിയെ സെപ്പറേറ്റ് ലിസ്റ്റഡ് എൻറ്റിറ്റി ആയിട്ട് അതിൻ്റെ ഡീമർജർ അപ്രൂവ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. The board of directors of Hindustan Unilever on Monday gave an in-principle approval to demerge the ice cream business into an independent listed entity. Subject to necessary approvals and procedures, shareholders of Hindustan Unilever Limited will receive shares in the new entity in proportion to their shareholding in the company, Hindustan Unilever Limited said in a release. Currently, the ice cream business contributes to around 3% of Hindustan Unilever's total turnover. അപ്പോൾ ഇപ്പോൾ ഈ ഐസ്ക്രീം ബിസിനസ് 3% ഓഫ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ടേൺ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഐസ്ക്രീം ബിസിനസ്സാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രിവൺ.